ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സേതുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് സേതു അങ്ങോട്ടേക്ക് വരുമ്പോൾ അർച്ചന സേതുവിനെ നോക്കുന്നു. മോൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ, എന്താ കാര്യമെന്ന് സേതു ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛ എന്ന് പറഞ്ഞ് അർച്ചന പറയാൻ ആരംഭിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ്. അവന്തികയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അവന്തിക പറയുകയാണ്, അച്ഛ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചു, അറ്റാക്ക് ആയിരുന്നു. എന്താ മോളെ, എന്തു പറ്റിയതാണെന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അത് പിന്നെ അദ്ദേഹം മോളുടെ ഫാമിലി കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. സന്തോഷമായി അവർ ജീവിക്കുകയാണെന്നാ കരുതിയത്. പക്ഷേ അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വന്നതാണ്. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ അച്ചു, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അർച്ചന എപ്പോഴും ഇങ്ങനെയാ, ആളെ വടിയാക്കുന്ന രീതിയിലാ പെരുമാറുന്നതെന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അർച്ചനയെ മാറ്റി നിർത്തി പറയുകയാണ്, നിനക്ക് അയാൾ മര്യാദയ്ക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് സമാധാനമാകുന്നില്ലല്ലേ? അയാളെ കെട്ടിയെടുത്തേ നീ അടങ്ങത്തുള്ളൂ. ഇനിയും ഇങ്ങനത്തെ പരിപാടി വല്ലതും കാണിച്ചാൽ നിന്നെ കാലെ വരിയടിക്കുന്നത് ഞാനായിരിക്കുമെന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അച്ചുവിനെയും സന്ദീപിനെയുമാണ്. സന്ദീപിനോട് അച്ചു പറയുകയാണ്, അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല സന്ദീപേ. ഇനി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ പറ്റുന്നത് ഒരാളിലൂടെ മാത്രമാണ്, നിന്റെ ചേട്ടനിലൂടെ. നീ സച്ചേട്ടനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. അത് പിന്നെ ഏട്ടത്തി, എനിക്ക് അതിനുള്ള ധൈര്യമില്ലെന്ന് സന്ദീപ് പറയുമ്പോൾ പ്രേമിക്കാൻ ഇറങ്ങുമ്പോൾ ധൈര്യം കൂടി വേണമെന്ന് അർച്ചന പറയുന്നു. അതേസമയം എന്താ കാര്യമെന്ന് ചോദിച്ച് സച്ചി അങ്ങോട്ടേക്ക് വരുമ്പോൾ അർച്ചന ആതിരയും സന്ദീപും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് സച്ചിയോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന സച്ചി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തനിക്കിതെല്ലാം അറിഞ്ഞിട്ടും താൻ എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അച്ചു പറയുകയാണ്, അത് പിന്നെ ഞാൻ സച്ചിയേട്ടനോട് എല്ലാം പറയാമെന്നാ കരുതിയത്. പക്ഷേ അപ്പോഴേക്കും അച്ഛൻ ഇവരുടെ വിവാഹം ഉറപ്പിച്ചില്ലേ. തുടർന്ന് സന്ദീപ് പറയുകയാണ്, ഏട്ടാ, ആതിരെ മറക്കണമെന്ന് മാത്രം ഏട്ടൻ എന്നോട് പറയരുത്. അവളെ മറന്നൊരു ജീവിതം എനിക്കിനിയില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് പിരിയുമ്പോഴുണ്ടാകുന്ന വേദന ഏട്ടന് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഒരാളെ മനസ്സിൽ കൊണ്ട് നടന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് സച്ചിയേട്ടാ. അനഘയെ വിവാഹം കഴിച്ച് ഇല്ലാത്ത സ്നേഹം എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ച് എൻ്റെ ജീവിതം പാഴാക്കാൻ എന്നെ കിട്ടില്ല. തുടർന്ന് സച്ചി പറയുകയാണ്, നിന്നെ എന്താണെങ്കിലും അങ്ങനൊരു വിവാഹത്തിലേക്ക് ഈ ഏട്ടൻ തള്ളിവിടില്ല. നിനക്കിഷ്ടം ആരെയാണോ നീ അവരുടെ ഒപ്പം മാത്രം ജീവിച്ചാൽ മതി. പക്ഷേ എനിക്കൊരു കാര്യം ബോധ്യമാകണം. ആതിരയ്ക്കും നിന്നോട് അത്ര തന്നെ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ബോധ്യമായാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി മറ്റേതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ ആതിര നിന്റെ ഒപ്പം ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഈ ഏട്ടൻ തന്നെ നടത്തിത്തരും. ഇത് കേൾക്കുന്ന സന്ദീപിനും അർച്ചനയ്ക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് സന്ദീപ് പറയുകയാണ്, ആ കാര്യം ഞാൻ ഇന്ന് തന്നെ ഏട്ടന്റെ മുമ്പിൽ തെളിയിച്ചു തരാം. അത്രയും പറഞ്ഞ് സന്ദീപ് പോകുമ്പോൾ അർച്ചന പറയുകയാണ്, അവൻ പോയത് വീട്ടിലേക്കാണെന്നാ എനിക്ക് തോന്നുന്നത്. പോകുന്നെങ്കിൽ പോയിട്ട് വരട്ടെടോ, അവന്റെ ധൈര്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. കമല എല്ലാവരെയും ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും ആർക്കും ഇപ്പൊ വേണ്ടെന്നാണ് പറയുന്നത്. അതേസമയം സന്ദീപ് അങ്ങോട്ടേക്ക് വരികയാണ്. സന്ദീപിനെ കണ്ടയുടൻ മാഷും കമലയും കൂടി പറയുകയാണ്, മോൻ ഇവിടുന്ന് പോയിക്കോ, ഇവിടെ അനൂപുണ്ട്. മോനെ കണ്ടാൽ അപ്പോഴേ അവൻ പ്രശ്നമുണ്ടാക്കും. അതിരെ കണ്ട് ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. ആര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഞാൻ എന്താണെങ്കിലും സംസാരിച്ചിട്ടേ പോകത്തുള്ളൂന്ന് സന്ദീപും പറയുന്നു. അതേസമയം എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് അനൂപ് അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്തിനാണ് വന്നതെങ്കിലും ഇവിടെ നിന്ന് പോയിക്കോളാൻ അനൂപ് പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഞാൻ ആതിരയെ കണ്ടിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അത്രയും പറഞ്ഞ് സന്ദീപ് ആതിരയെ കാണാൻ ശ്രമിക്കുമ്പോൾ സന്ദീപിനെ പോതിരെ തല്ലുകയാണ് അനൂപ്. അങ്ങനെ സന്ദീപിനെ തല്ലി അനൂപ് പുറത്താക്കാൻ നോക്കുമ്പോൾ സച്ചിയും അർച്ചനയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് അർച്ചന അനൂപിനെ തടയാൻ ശ്രമിക്കുമ്പോൾ സന്ദീപിന് കൊള്ളേണ്ട അടി അർച്ചനയ്ക്ക് കൊള്ളുകയാണ്. നിന്നോട് മാറി നിൽക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് വീണ്ടും അനൂപ് സന്ദീപിനെ തല്ലാനൊരുങ്ങുമ്പോൾ സച്ചി അനൂപിന്റെ കൈ തടഞ്ഞു വെക്കുകയാണ്. ഇവിടെ അനിയൻ എന്ന പോലെ ആതിരയും കുറ്റക്കാരിയാണ്. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ അത് ഇന്നലെ രാത്രി എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയണമായിരുന്നു. അല്ലാതെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നല്ല ആണത്തം തെളിയിക്കേണ്ടതെന്ന് അനൂപ് പറയുമ്പോൾ ആതിരയെ വിളിക്ക്, ആതിരയ്ക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞങ്ങൾ അറിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് സച്ചി പറയുകയാണ്. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആതിര വരുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.